കൊടുംചൂടിന് പിന്നാലെ ചെന്നൈ നഗരത്തിൽ അതിശക്തമായ മഴ. നഗരത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ശക്തമായ മഴ പെയ്തു. നഗരത്തിൻ്റെ വടക്കൻ പ്രദേശമായ മണാലിയിൽ മേഘവിസ്ഫോടനം ഉണ്ടായതായി കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് ചെന്നൈ വിമാനത്താവളത്തിൽ എത്തേണ്ടിയിരുന്ന ചില വിമാനങ്ങൾ ബംഗളൂരുവിലേക്ക് വഴിതിരിച്ചു വിട്ടതായി വിമാനത്താവള അധികൃതർ അറിയിച്ചു. ശനിയാഴ്ച രാത്രി 10 മുതൽ അർദ്ധരാത്രി 12 വരെയാണ് ചെന്നൈയിൽ കനത്ത മഴ പെയ്തത്. വടക്കൻ ചെന്നൈയിലാണ് അതിശക്തമായ മഴ പെയ്തത്. കാലാവസ്ഥാ വകുപ്പിൻ്റെ ബുള്ളറ്റിനിൽ പറയുന്നത് ഇങ്ങനെ: ഓഗസ്റ്റ് 31 രാവിലെ 8:30 അവസാനിച്ച 24 മണിക്കൂറിനുള്ളിൽ വിവിധ ഇടങ്ങളിൽ അതിശക്തമായ മഴ രേഖപ്പെടുത്തി. മണാലി, ന്യൂ മണാലി ടൗൺ, വിംകോവ് നഗർ എന്നിവിടങ്ങളിൽ യഥാക്രമം 27 സെൻറ്റിമീറ്റർ, 26 സെൻറ്റിമീറ്റർ, 23 സെൻറ്റിമീറ്റർ എന്നിങ്ങനെ അതിശക്തമായ മഴ രേഖപ്പെടുത്തി കാലാവസ്ഥാ ബുള്ളറ്റിൻ പറയുന്നു. മണാലി പ്രദേശത്ത് മേഘവിസ്ഫോടനം ഉണ്ടായതായി കാലാവസ്ഥാ വകുപ്പിൻ്റെ ബുള്ളറ്റിനിൽ പറയുന്നു. മണാലിയിൽ ശനിയാഴ്ച രാത്രി 10-നും 11-നും ഇടയിൽ 106.2 മില്ലിമീറ്റർ മഴയും ശനിയാഴ്ച രാത്രി 11 മുതൽ അർദ്ധരാത്രി 12 വരെ 126.6 മില്ലിലിറ്റർ മഴയും രേഖപ്പെടുത്തിയതായി ബുള്ളറ്റിനിൽ പറയുന്നുണ്ട്. ഞായറാഴ്ച പുലർച്ചെ പെയ്ത കനത്ത മഴയെ തുടർന്ന് ബംഗളൂരു, ഡൽഹി, ഫ്രാൻസ്, മംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് ചെന്നൈയിൽ എത്തേണ്ടിയിരുന്ന വിമാനങ്ങൾ ബംഗളൂരുവിലേക്ക് തിരിച്ചുവിട്ടതായി വിമാനത്താവള അധികൃതർ അറിയിച്ചു. ഒരു ചെറിയ കാലയളവിൽ ചെറിയ ഭൂപ്രദേശത്ത് പെയ്തിറങ്ങുന്ന ശക്തമായ മഴയാണ് മേഘവിസ്ഫോടനം. സാധാരണയായി പർവ്വത പ്രദേശത്താണ് ഇത് സംഭവിക്കുന്നത്. ഇത് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമാകുകയും ചെയ്യും. മേഘങ്ങളിൽ കുമുലോനിംബസ് മഴമേഘങ്ങളാണ് മേഘവിസ്ഫോടനത്തിന് കാരണമാകുന്നത്. ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ വായു ഭൗമോപരിതലത്തിൽ നിന്ന് അന്തരീക്ഷത്തിൻ്റെ മുകൾ തട്ടിലേക്ക് ഉയരുകയും തണുത്ത് കനത്ത മഴയായി പെയ്തിറങ്ങുകയാണ് ചെയ്യുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ അളവിൽ മഴ പെയ്യാൻ ഇത് കാരണമാകും. ഒരു മണിക്കൂറിൽ 100 മില്ലിമീറ്ററോ അതിലധികമോ മഴ പെയ്യുന്നതിനെ മേഘവിസ്ഫോടനമായി കണക്കാക്കാം.